എന്തോ മകൻ ഭക്ഷണം കഴിക്കുന്നില്ലെന്നോ? അവന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കൂ. അവന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കൂ. പെട്രാഡി ടെറാഗോ ട്രയാഗോ സിൻഡ്രോം റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം. മേഡം, ഈ അസുഖത്തിന്റെ പേര് ഈ ഫോണിലൊന്ന് പറയാവൂ? പെട്രാഡി ട്രയാഗോ ട്രിഡോങ്കോ സിൻഡ്രോം. എങ്ങനെ അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? മീൻകറി ഒഴിച്ച് കുഴച്ചടിച്ച് വാരി വാരി തിന്നുന്നു. അതെ അതെ, ഇനി പറഞ്ഞേക്ക് കുടുംബത്തിലെ പ്രബുലന്റെ അസുഖം വീണ്ടും വീണ്ടും ഞാൻ പറയിക്കാൻ ഇടവരുത്തരുത്. അവന്റെ അടുത്ത് സമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന് കേട്ടോ. ഓക്കെ, ഞാൻ വിളിക്കാം അങ്ങോട്ട്. എനിക്ക് ചെക്കനെ ഒന്ന് കാണാൻ പറ്റുമോ പ്രബുലനെ? അയ്യോ, കാണാൻ പറ്റൂല. എന്താണ്? അന്യരെ ആരും അകത്തോട്ട് വിടൂല. മാത്രമല്ല ഈ മേഡം ഈ രോഗിയെ മയക്കി കിടത്തിയിരിക്കുക. കണ്ടാ പറയൂല കേട്ടോ. ഉയർന്ന ഒരു പൊസിഷനിൽ നിന്നോണ്ട് ഒരു കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനോ വന്നപ്പോ ഹോസ്പിറ്റലിൽ വന്നപ്പോ അവനെ മയക്കല്ലേ മിണുക്കാട്ടി. എങ്ങനെയാ മയക്കി അവനെ മയക്കിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാനാ? ഓപ്പറേഷന് വേണ്ടിട്ട് മരവിപ്പിച്ചിട്ടിരിക്കുവാന്ന് മയക്കി കിടത്തേക്കുവാന്നാ ഞാൻ പറഞ്ഞത്. സോറി. അത് മാത്രം കുടുംബത്തിന് ഒരു അബദ്ധം പറ്റിയതാണ്. സോറി. അത് മാത്രമല്ല, അദ്ദേഹത്തിന് എനിമ കൊടുത്തു വെച്ചിരിക്കുക. നിങ്ങൾ എന്തെല്ലാമാണ് ഈ എന്തെല്ലാമാണ് ഇവിടെ ചെയ്യുന്നത്? ഒരു വയ്യാതെ ഒരു ചെറുപ്പക്കാരൻ ഒരു ഹോസ്പിറ്റലിൽ വന്നപ്പോ അവന് എരുമ കൊടുത്തേക്കുന്നു. ഇത് അവനെ ഓടിയാൽ അതിന്റെ പിറകെ ആരെങ്കിലും പോകും. അയ്യോ എന്റെ പൊന്നു ചേട്ടാ, എരുമയല്ല എനിമ എന്ന് പറഞ്ഞൊരു മരുന്നാണ് കൊടുത്തത്. കുടുംബത്തിന് ഒരു അബദ്ധം പറ്റി. ആ പേഷ്യന്റിന് നല്ല പെയിൻ ഉണ്ട്. എന്തോ അടുത്ത എന്തോ സംഭവം എന്തോ പെയിൻ ഉണ്ടെന്ന്. ഒരിക്കലും അവന് പെയിൻ വരാൻ വഴിയില്ല. കാരണം അവന്റെ തല കഷണ്ടിയാണ്. പലപ്പോഴും കണ്ടിട്ടില്ല. പെയിൻ വന്നു കഴിഞ്ഞാ ബാലൻസ് തെറ്റിയിട്ട് സ്ലിപ്പായതാ ഇവിടെ വന്നു അവന്റെ കഷണ്ടിയെ നോക്കി തെറി വിളിക്കുന്ന പല പ്രാവശ്യം ഞാൻ കണ്ടു. അവൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അവൻ പെയിൻ എങ്ങനെ വരും? പറയും. തനിക്കുള്ള കുടുംബത്തിലെ ഒരു അംഗമാണ് അദ്ദേഹം. പെയിൻ എന്നല്ല പറഞ്ഞത്, വേദനയുണ്ടെന്നാ പറഞ്ഞത്. ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് വരാമോ? This is very dangerous and complicated situation. My God! ഇതെങ്ങനെ മനസ്സിലാവും? ചേട്ടന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. This disease is Petradi Triago Tradaco syndrome is reported in America. The old man is hungry. Since 1927. That is not. You know, old man is crying. Yes, definitely. Mouse and cat. Jack and Jill. Tom and Jerry. സംഭവം എന്താ? കിട്ടുന്നില്ല. നമ്മള് ക്രിസ്മസ് അടുത്ത് വരുവുണ്ട്. അപ്പൊ നമ്മുടെ കുടുംബശ്രീ പെണ്ണുങ്ങള് 110 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ പിടുത്തമൊന്നുമില്ല. കഴിച്ചോണ്ട് ഇങ്ങനെ ഒരു മൂഡിൽ നിക്കാം. എന്തോന്നാ വൈൻ കിട്ടിയാലോ? സോറി. തനിക്കുണം കുടുംബത്തിനൊരു അബദ്ധം. ഞരമ്പ് കിട്ടുന്നത് മേലാൽ അത്തരം വാക്കുകൾ അത് കുടുംബത്തിലെ ഏറ്റവും വലിയ ഞരമ്പാണ് ചെറുപ്പം. ഇന്നത്തെ ദിവസം ഞരമ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ പ്രാക്കാണ്. അതിനപ്പുറം ഒന്നുമില്ല. തനിക്ക് എന്തിനാണ് ഞരമ്പിനെ പറ്റി? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 566 ഞരമ്പുകളുണ്ട്. അറിയാമോ തനിക്ക്? ഇവിടെ ഈ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ അതിൽ ഏതോ ഒരു ഞരമ്പ് ഞാൻ എടുത്തോണ്ട് ഓടി. നിങ്ങൾ എന്തിനു മനുഷ്യ എന്റെ അടുത്ത് ഇങ്ങനെ ചൂടാവുന്നു? ഒരു ഞരമ്പ്. ആ മനുഷ്യൻ മദ്യപിക്കാറുണ്ടോ? മദ്യപാനമാണ് അയാളെ ഈ പരുവത്തിലാക്കിയത്. അയാൾ മദ്യപിക്കാറുണ്ടോ? ക്രിസ്മസിന് മാത്രമേ മദ്യപിക്കൂ? അല്ല, ക്രിസ്മസിന്റെ അന്നേ കുടിക്കാതെ ഇരിക്കൂ. ബാക്കിയുള്ള എല്ലാ ദിവസവും കുടിക്കാം. കാരണം അന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഇവന് കേക്ക് തിന്നാൻ പറ്റൂല, ഉറങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ വന്ന് ചുരുണ്ടോടി കിടക്കുന്ന അപ്പൻഡിക്സ് ഓപ്പറേഷൻ. എനിക്കതല്ല, ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്ന അസുഖം ഇത് എങ്ങനെ വരുന്നെന്നുള്ളതാണ്. അല്ല, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 90s സംഭവം. അച്ഛന്റെ ഈസും അമ്മയുടെ ഈസും തമ്മിൽ പ്രേമത്തിലായി. അങ്ങനെ ഉണ്ടായതാണ് ഈ അപ്പൻഡിക്സ്. ഇവിടുന്ന് ശമ്പളം വളരെ കുറവാണ്. അല്ലെങ്കിൽ ഈ നുണക്കഥ എന്റെ അടുത്ത് അടിക്കും. കുടുംബത്തിൽ അപ്പൻഡിക്സ് എങ്ങനെ വന്നപ്പോ 70s അച്ഛൻഡിക്സ് ഈ രണ്ടറ്റവും കൂടെ കൂട്ടിമുട്ടണ്ടേ ഗഡി? അത് ശരി. ശമ്പളം കുറവായതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്കിറ്റ് കൊണ്ട് തൃശ്ശൂർ അടിക്കുന്നു. എറണാകുളത്ത് കിടക്കുന്ന ഈ സ്കിറ്റ് എവിടെ കൊണ്ടുപോകുന്നു? ഇടിച്ചോണ്ട് വരേണ്ടി വരുന്നു. കുടുംബത്തിലെ ഒരു അംഗത്തിന്. ചേട്ടാ, ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ പറഞ്ഞോളൂ. വീട്ടിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പച്ചത്തെറിയെ പറയോ? പച്ചക്കറിയെ കഴിക്കാൻ കൊടുക്കാവോ? അത് മാത്രമല്ല, കാലത്തൊരു ഗുളിക, ഉച്ചക്ക് 2 ഗുളിക, വൈകുന്നേരം 4 ഗുളിക. അപ്പൊ നമ്മളെ കിണറ്റിലെ വെള്ളമെല്ലാം പറ്റിപ്പോയി. അല്ല, ഈ 5-6 പ്രാവശ്യം ഇങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ
കാര്യമല്ല, ഗുളിക കഴിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ആ ഗുളിക കഴിക്കുന്ന കാര്യം. ശരി ശരി ശരി. അല്ല എന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടോ? എന്താണ് എന്താണ്? ഞാൻ ആദ്യം ഡോക്ടറായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കമ്പൗണ്ടറായി. സ്ഥാനക്കയറ്റം കിട്ടി. അത് മാത്രമല്ല എന്റെ ചേട്ടൻ ഭയങ്കര ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഡോക്ടറായിരുന്നു. അങ്ങനെ ഈ ചേട്ടൻ എന്നെ ഒന്നും ചെയ്യിപ്പിക്കൂല. ഒരു ദിവസം ചേട്ടന്റെ കൈയൊന്ന് അറച്ചു കേട്ടോ. അങ്ങനെ ഞാൻ കയറി അങ്ങ് ഓപ്പറേഷൻ ചെയ്തു. ചെയ്തു കഴിഞ്ഞപ്പോ ആൾക്കാരെ കയ്യടിയും ബഹളവും ഭയങ്കര പ്രശ്നങ്ങൾ. എന്റെ ചേട്ടൻ ഈഗോ അടിച്ച് അന്ന് നാട് വിട്ട്. പിന്നെ കിട്ടിയത് എന്തെന്നറിയാമോ? ചേട്ടന്റെ ജുബയും മുണ്ടും മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഈ ഓപ്പറേഷന്റെ പേര് ഭരതോന്നാണ്. ഓപ്പറേഷൻ എന്താണ് നടന്നത്? ഈ ശമ്പളം കുറവാണെങ്കിലും ബാക്കിയുള്ളവർ ഇങ്ങനെ കൊല്ലാൻ നിൽക്കുന്നത് എങ്ങനെയാ മേഡം? അതെ, പിന്നെ 35,000 രൂപ നിങ്ങൾ അടക്കിയാണെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പേഷ്യന്റിന്റെ വയറ്റിൽ ഒരു ട്യൂബ് ഇടാൻ പറ്റും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചെറുക്കന്റെ വയറ്റിൽ ട്യൂബ് ഇടാൻ വേണ്ടിട്ട് കൊക്കോ പുഴുവിന്റെ കല്യാണം നടക്കണം. ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കറണ്ട് എവിടെ നിന്ന് എടുക്കും? മാത്രമല്ല ഇവന്റെ മൂക്കുകൂടെയും വായിക്കൂടെയും വെട്ടം വരൂലേ? അടുത്തൊരു മരണമോ കല്യാണമോ നടന്നു കഴിഞ്ഞാൽ എടുത്തോണ്ട് ആൾക്കാർ കൊണ്ട് തെറ്റി വെച്ച് എങ്ങനെ നിങ്ങൾ ട്യൂബ് ഇടും തീരുമാനിക്കും? സംഭവം പറഞ്ഞു തീർന്നില്ല, കറണ്ടും പോയി. ഇനി ഓപ്പറേഷൻ നടത്തണമെങ്കിൽ കറണ്ട് വന്നാലോ ഓപ്പറേഷൻ നടത്താൻ പറ്റും. കറണ്ട് ഇല്ല. ഇത് എന്തോന്ന് ലോജിക്കില്ലാത്ത ഹോസ്പിറ്റലിൽ പറഞ്ഞു തീരുമ്പേ കറണ്ടും പോയത്. ചേട്ടന് ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ ആ കറണ്ട് പോയ സമയത്തെ നമ്മൾ രണ്ടുപേരും മാത്രം ഇവിടെ, പിന്നെ അതൊക്കെ മറക്കാൻ പുറത്ത് എന്തോ ഒരു മഴ, ഇടിവെട്ടി മഴ. ചേട്ടൻ എനിക്ക് അന്ന് ചായയും പരിപ്പോടയും വാങ്ങിച്ചു തന്നായിരുന്നു. ചൂട് പരിപ്പോട. അതെ, മഴ പരിപ്പോട, ജോൺസൺ മാഷിന്റെ പാട്ട്. അന്തസ് അന്തസ്. അതെന്തൊരു വർത്തമാനം ഇപ്പൊ നിങ്ങൾ പറഞ്ഞേ? അല്ല അതെന്തൊരു വർത്തമാനം ഇപ്പൊ പറഞ്ഞേ? അല്ല ഞാന് മഴ, ജോൺസൺ മാഷിന്റെ പാട്ട്, അന്തസ് ഇത്തരം പറഞ്ഞു. എനിക്ക് ചേട്ടൻ ആ മഴയത്ത് ഒരു പരിപ്പോട വാങ്ങിച്ചു തന്നെ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങളിപ്പോ രണ്ട് കാര്യങ്ങൾ അനാവശ്യമായിട്ട് ചേർത്ത് എന്തോ വർത്തമാനം. എന്ത് സംസാരിച്ച ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി. ഈ പെൺകുട്ടി ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിടിച്ചാൽ പോലും വെളിയിറങ്ങില്ലേ? പരിപ്പോട മേടിച്ചുകൊണ്ട് കൊടുത്തത് നിങ്ങളാണ്. ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇതിലിട്ടുള്ളൂ. ജോൺസൺ മാഷിന്റെ പാട്ട്, പിന്നെ ഒരു അന്തസ്. അതിനുവേണ്ടി എന്തിനാണ് എന്നെ ജയിലിൽ പിടിച്ചിരുന്നത്? അല്ല നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത്? ഇത് എവിടെ നിന്ന് മേടിച്ച പരിപ്പോട? രാജുവിന്റെ കടയിൽ നിന്ന്. ഇനി അവന്റെ അടുത്ത് പറയാം വാഴക്കപ്പോടാൻ, ബാക്കിയുള്ളവരെ ജയിലിൽ പിടിച്ചാൽ ഈ കറണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഓപ്പറേഷൻ അങ്ങ് നടത്തിയേക്കാം, എല്ലാം അങ്ങ് സെറ്റ് ചെയ്ത്. അല്ല ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കണ്ടീഷൻ ഉണ്ട്. ഇവിടെ വന്ന ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം എനിക്ക് മനസ്സിലായ സംഭവം എന്താണെന്നറിയോ? ഈ ഓപ്പറേഷൻ ചെയ്തിട്ട് ചെറുക്കൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തനിക്കുണ കുടുംബത്തിൽ നിന്ന് 2 പേര് നിങ്ങളുടെ കുടുംബത്തേക്ക് എത്തും. അറിയാം, അതിൽ മെയിൻ ആൾക്കാരാണ് വരുന്നത്. അത് നിങ്ങളുടെ കുടുംബം എവിടെയാണ്? കൊട്ടിയത്ത്. നിങ്ങളെ കൊല്ലത്ത്. കൊട്ടിയത്തും കൊല്ലത്തും അറിയാലോ. അവിടെ നിന്നും വേറെ 2 വണ്ടി ആൾക്കാർ വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഇപ്പൊ തീരുമാനിച്ചു പറ. ചേട്ടാ എനിക്ക് പറ്റത്തില്ല. അതെ ചേട്ടാ, അതായത് നമ്മളെ ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് സന്തോഷ് ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടറാണ് ഇതിന് പറ്റിയ ഡോക്ടർ. അപ്പൊ ഈ പുള്ളിയെ കൊണ്ട് നിങ്ങളൊരു ഓട്ടോ കയറ്റി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യാം. അല്ല അപ്പൊ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്നില്ലേ? അയ്യോ ഇല്ല, ഈ തനിക്കോണം തറവാട്ടുകാർ 2 വണ്ടിയൊക്കെ വിളിച്ച് കൊട്ടിയത്തും കൊല്ലത്തോട്ടും ഒക്കെ വരുന്നതിനെക്കാട്ടി ഭേദം ഈ അടുത്ത് കിടക്കുന്ന 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോസ്പിറ്റലിൽ പോവാണെങ്കിലേ അവിടെ വെച്ചങ്ങ് ഓപ്പറേഷൻ നടത്തിയത് അത് മതിയല്ലേ? മതി. അപ്പൊ ഇത് പേര് പറയാൻ മറക്കണ്ട, പെട്രാഡി ട്രെഡാക്കോ ട്രയാങ്കോ സിൻഡ്രോം.